ഹായ്. അപ്പോൾ ഇത് ക്രീമെണ്ണാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതില്ലേ. അപ്പോൾ ഞാൻ നാട്ടിൽ ചെന്നാൽ ആദ്യം കഴിക്കുന്നത് ഈ ക്രീമെണ്ണായിരിക്കും കേട്ടോ. അത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എത്ര കഴിച്ചാലും സത്യം പറഞ്ഞാൽ മതിയാവത്തില്ല. അപ്പോഴാണ് നമ്മുടെ ഈ ബൺ മസ്ക എന്ന് പറഞ്ഞൊരു സംഭവം ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. ഞാനിപ്പോൾ ഇവിടെ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ പാല് തിളച്ച് വരുമ്പോഴത്തേന് അതിനകത്തോട്ട് തേയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഇല്ലേ, ഇത് ഞാൻ മിക്സിക്കകത്തിട്ട് അടിച്ച് സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. അത് ചായ ഇടുമ്പോഴത്തേന് അതിട്ടാണ് ഞങ്ങൾ ചായ ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഇഞ്ചിയും കൂടി ഇതിനകത്തോട്ട് ഇടണം എന്നാണ് പറയുന്നത്. ഞാൻ ഇഞ്ചിയൊന്നും ഇട്ടില്ല. ഇത്ര ഇട്ടിട്ട് ചെറു തീയിൽ വെച്ച് അവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബൺ മസ്ക ഉണ്ടാക്കാനായിട്ട് നോക്കാം. ബട്ടർ വേണം, കണ്ടൻസ്ഡ് മിൽക്ക് വേണം, വാനില എസൻസ് വേണം, പിന്നെ ബണ്ണും വേണം. ആദ്യം നമ്മുടെ ബട്ടർ ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഇങ്ങനെ വിസ്ക് വെച്ച് അടിച്ചടിച്ച് നല്ലൊരു ഇതിലാക്കണം. അതിനകത്തോട്ട് നമ്മൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാവുള്ളൂ കേട്ടോ. ആദ്യം ഞാൻ ഉണ്ടാക്കിയപ്പോഴത്തേന് ഇത്തിരി കൂടുതൽ കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചത്. അപ്പോഴത്തേന് ഇച്ചിരി മധുരം കൂടുതലായിരുന്നു. ഇത് ഞാൻ കുറച്ചേ ഒഴിച്ചുള്ളൂ. അതിനകത്തോട്ട് ലേശം നമ്മുടെ വാനില എസൻസും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ട് നന്നായിട്ട് ആ വിസ്ക് കൊണ്ട് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ചായക്കകത്തോട്ടുണ്ടല്ലോ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ കുടിക്കണം എന്നാണ് അതിനകത്ത് പറയുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ക്രീം ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ബണ്ണിനകത്തോട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കണം. ഞാൻ ആദ്യം ഉണ്ടാക്കിയ ടൈമിൽ ഇത്തിരി കൂടുതലൊക്കെയാണ് തേച്ച് കൊടുത്തത്. അപ്പോൾ അധികം ഒരു ഇതായിട്ട് തോന്നില്ല. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ തേച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ആ സൈഡിലൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ ഞാൻ ചായ മുക്കാതെ പ്ലെയിനായിട്ട് ഇങ്ങനെ തന്നെ കഴിക്കുമായിരുന്നു കേട്ടോ. സെക്കൻഡ് ടൈം ചായ ഉണ്ടാക്കി അതിനകത്ത് മുക്കിയാണ് കഴിച്ചത്. അപ്പോഴായിരുന്നു സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് ചുറ്റും അങ്ങ് തേച്ച് കൊടുക്കുക. ഒരു 5 ബണ്ണോളം ഉണ്ടായിരുന്നു. 5 ബണ്ണിൽ ഇങ്ങനെ തന്നെ ചെയ്തെടുത്തു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഇത്തിരി പാടുപെട്ടു കേട്ടോ. പിള്ളേർ അതെടുക്കാൻ വേണ്ടി വന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒരെണ്ണം ഒന്ന് കഴിച്ച് നോക്കട്ടെ, അതൊന്ന് വീഡിയോ എടുത്തിട്ടാവാമെന്ന് പറഞ്ഞിട്ട് ഇത്തിരി ബുദ്ധിമുട്ടി തന്നെയാണ് ഈ വീഡിയോ എടുത്തത് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. അത് പ്ലെയിനായിട്ട് കഴിക്കുമ്പോഴും, അതായത് ബൺ മസ്ക പ്ലെയിനായിട്ട് കഴിക്കുമ്പോഴും ചായ മുക്കി കഴിക്കുമ്പോഴും തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. ചായ മുക്കി തന്നെ കഴിക്കണം, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതായത് കണ്ടൻസ്ഡ് മിൽക്ക് ഒരുപാട് കൂടി പോകാൻ പാടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് പിള്ളേരറിയാതെ ഞാനെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബൈ.